ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ഇന്ന് രണ്ടാംഘട്ട വോട്ടെടുപ്പ്. 142 മണ്ഡലങ്ങൾ വിധിയെഴുതും. കേരളത്തിൽ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. രാജ്യത്ത് മതപരമായ ചടങ്ങുകളുടെ പേരിൽ റോഡുകൾ തടയാനാവില്ലെന്നും സമാധാനപരമായ പൊതുജീവിതത്തെ ബാധിച്ചാൽ സർക്കാരിന് ഇടപെടാമെന്നും സുപ്രീംകോടതി. ഉയർന്ന താപനിലയുടെയും ഉഷ്ണതരംഗത്തിന്റെയും പശ്ചാത്തലത്തിൽ തൊഴിലാളികൾക്കുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ഇന്നു മുതൽ. മെയ് 1 മുതൽ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് പിന്മാറുമെന്ന് UAE. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ രണ്ടാമത്തെയും അവസാനത്തെയും വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. വിശദാംശങ്ങളിലേക്ക്. 142 മണ്ഡലങ്ങളിലായി 3,20,00,000 വോട്ടർമാരാണ് പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 1448 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 41,001 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 2321 കമ്പനി കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം 23-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 93.19% റെക്കോർഡ് പോളിംഗ് ആണ് പശ്ചിമബംഗാളിൽ രേഖപ്പെടുത്തിയത്. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ട്രൈബ്യൂണലിൽ ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ച ശേഷം 1468 പുതിയ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 പേരെ ഒഴിവാക്കുകയും ചെയ്തു. സപ്ലിമെന്ററി പട്ടികയിൽ പുതുതായി ചേർക്കപ്പെട്ട വ്യക്തികൾക്ക് ഇന്ന് വോട്ടവകാശം വിനിയോഗിക്കാം. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്. മെയ് 4-ന് നടത്തുന്ന വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, മൈക്രോ ഒബ്സർവർമാർ, കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർക്കായുള്ള ആദ്യഘട്ട പരിശീലന പരിപാടി പല ജില്ലകളിലും പുരോഗമിക്കുകയാണ്. വോട്ടെണ്ണലിന് 3 ദിവസം മുമ്പ് വൈകിട്ട് 5 മണിക്ക് മുൻപായി സ്ഥാനാർത്ഥികൾ അവരുടെ കൌണ്ടിംഗ് ഏജന്റുമാരുടെ പട്ടികയും ഫോട്ടോയും അതാത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകണം. കൌണ്ടിംഗ് ഏജന്റുമാർക്ക് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കൈവശം വെക്കാനോ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്താനോ അനുവാദം ഉണ്ടായിരിക്കില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റോഹ്താങ്ങിലെ ഇന്നത്തെ അടൽ ടണൽ സന്ദർശനം റദ്ദാക്കി. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്താണ് നടപടി. മേഖലയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കുമുള്ള സാധ്യത നിലനിൽക്കുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനം തുടരുന്നു. വാരണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ശ്രീ മോദി ഇന്ന് സന്ദർശിക്കും. വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. BLW മുതൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം വരെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. ഇക്വഡോർ വിദേശകാര്യമന്ത്രി ഗബ്രിയേല സോമർഫെൽഡിന്റെ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി സോമർഫെൽഡ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന അവർ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, പീയൂഷ് ഗോയൽ തുടങ്ങിയവരുമായും ചർച്ച നടത്തും. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിക്കുന്നത് മൌലികാവകാശ ലംഘനമാണെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ പ്രവേശനം നൽകാൻ സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ദുർബല വിഭാഗങ്ങൾക്കും പ്രവേശനം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ 21A അനുച്ഛേദപ്രകാരമുള്ള വിദ്യാഭ്യാസത്തിനായുള്ള മൌലിക അവകാശത്തിന്റെ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. രാജ്യത്ത് മതപരമായ ചടങ്ങുകളുടെ പേരിൽ റോഡുകൾ തടയാനാവില്ലെന്നും സമാധാനപരമായ പൊതുജീവിതത്തെ ബാധിച്ചാൽ സർക്കാരിന് ഇടപെടാമെന്നും സുപ്രീംകോടതി. ശബരിമല സ്ത്രീ പ്രവേശനവും മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയും ഉൾപ്പെടെയുള്ള ഹർജികൾ പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ഉയർന്ന താപനിലയുടെയും ഉഷ്ണതരംഗത്തിന്റെയും പശ്ചാത്തലത്തിൽ തൊഴിലാളികൾക്കുള്ള സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. സുരക്ഷാ നടപടികൾ ഉടനടി നടപ്പിലാക്കുന്നതിന് വ്യവസായശാലകൾ, നിർമ്മാണ കമ്പനികൾ, തൊഴിലുടമകൾ തുടങ്ങിയവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉഷ്ണതരംഗത്തിനെതിരെ മുൻകരുതലും ദുരിതാശ്വാസ നടപടികളും സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും സംസ്ഥാനങ്ങളിലെയും ഡൽഹിയിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ 256 ഗിഗാവാട്ടിന് മുകളിൽ വൈദ്യുതി എത്തിക്കാൻ രാജ്യത്തിന് സാധിച്ചതായി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. അയൽ രാജ്യങ്ങളിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നേട്ടം കൈവരിക്കാനായെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2024 മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ 250 ഗിഗാവാട്ട് എന്ന റെക്കോർഡാണ് മറികടന്നത്. അതേസമയം വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KEB ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. വൈകുന്നേരം 6-നും 12-നും ഇടയിൽ അരമണിക്കൂറിൽ താഴെ സമയത്തേക്കായിരിക്കും നിയന്ത്രണം. നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകളിലൂടെ വിദ്യാഭ്യാസം, ആരോഗ്യം, എയ്റോസ്പേസ്, കൃഷി തുടങ്ങിയ മേഖലകളിലെ നിരവധി മുന്നേറ്റങ്ങൾക്ക് AI ഹബ്ബ് വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിശാഖപട്ടണത്ത് ഗൂഗിൾ ക്ലൌഡ് ഇന്ത്യ AI ഹബ്ബിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. Entire ecosystem requires both software leadership and hardware leadership, and that is what has changed in the last decade. Today, mobile phone has become the single most exported item in our country, and this is just the beginning. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം ഇന്നു മുതൽ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അപകടസ്ഥലം ഇന്ന് സന്ദർശിക്കും. ദുരന്ത ബാധിതരെയും ജില്ലാ കളക്ടറെയും തൃശൂർ കമ്മീഷണറെയും അദ്ദേഹം നേരിൽ കാണും. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്നലെ വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ വേനൽക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ മംഗലം അണക്കെട്ടിന്റെ റിയർ സ്ലോയിംഗ് വഴി ഇന്ന് രാവിലെ 8-ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിടും. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മെയ് 1 മുതൽ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ OPEC വിടാൻ തീരുമാനിച്ച് UAE. ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരിൽ ഒന്നായ UAEയുടെ പിന്മാറ്റം ആഗോള എണ്ണ വിതരണത്തിലുള്ള OPECന്റെ നിയന്ത്രണം ദുർബലപ്പെടുത്തിയേക്കും. OPEC നിയന്ത്രണമില്ലാത്തതിനാൽ ഇനി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ UAEക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും. ലെബനനിലെ ഖാന്തറ മേഖലയിൽ ഹിസ്ബുള്ളയുടെ തുരങ്കം തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയുടെ ഭീകരകേന്ദ്രങ്ങൾ നശിപ്പിക്കുകയാണെന്നും നിരവധി ഭീകരരെ വധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഗാസയിലെ വെടിനിർത്തലിന് അപ്പുറം ഇസ്രായേൽ അധിനിവേശം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടു. പലസ്തീൻ ജനതയ്ക്കും അയൽരാജ്യങ്ങൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെയും സംഘടന അപലപിച്ചു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റ് വിജയം. പഞ്ചാബ് ഉയർത്തിയ 223 റൺ വിജയലക്ഷ്യം 4 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലാണ് മത്സരം. കോമൺവെൽത്ത് യൂത്ത് ആൻഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിവസം ഇന്ത്യയ്ക്ക് 4 സ്വർണം. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽ സിംഗും വനിതകളുടെ 58 കിലോഗ്രാം വിഭാഗത്തിൽ ഐസാങ് ഫ ഗൊഗോയും, പുരുഷന്മാരുടെ 71 കിലോഗ്രാം വിഭാഗത്തിൽ അഭിനോബ് ഗൊഗോയും, 65 കിലോഗ്രാം വിഭാഗത്തിൽ അരുണാചൽ പ്രദേശിന്റെ ചാരു പെസിയുമാണ് സ്വർണം നേടിയത്. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 75ഓളം പേർക്ക് പരിക്കേറ്റു. സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാൻ യൂണിവേഴ്സിറ്റിയും ആക്രമിക്കപ്പെട്ടു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായ വെടിവയ്പിൽ ഏകദേശം 30 വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പരിക്കേറ്റതായാണ് വിവരം. അഫ്ഗാനിസ്ഥാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഊർജ്ജ ഉപരോധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് US സെനറ്റിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ നിയമനിർമ്മാണത്തിനായി കൊണ്ടുവന്ന പ്രമേയം റിപ്പബ്ലിക്കൻ അംഗങ്ങൾ തള്ളി. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഉപരോധം തുടരാനാവില്ലെന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ നിലപാട്. എന്നാൽ ക്യൂബയുമായി രാജ്യം നേരിട്ടുള്ള യുദ്ധത്തിലല്ലാത്തതിനാൽ ഈ പ്രമേയം നിലനിൽക്കില്ലെന്നായിരുന്നു റിപ്പബ്ലിക് അംഗങ്ങളുടെ വാദം. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ അധ്യക്ഷ അന്നലീല ബെയർബോക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങൾ, പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമ ബംഗാളിൽ ഇന്ന് 2ാം ഘട്ട വോട്ടെടുപ്പ്. 142 മണ്ഡലങ്ങൾ വിധിയെഴുതും. കേരളത്തിൽ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. രാജ്യത്ത് മതപരമായ ചടങ്ങുകളുടെ പേരിൽ റോഡുകൾ തടയാനാവില്ലെന്നും സമാധാനപരമായ പൊതുജീവിതത്തെ ബാധിച്ചാൽ സർക്കാരിന് ഇടപെടാമെന്നും സുപ്രീം കോടതി. ഉയർന്ന താപനിലയുടെയും ഉഷ്ണതരംഗത്തിന്റെയും പശ്ചാത്തലത്തിൽ തൊഴിലാളികൾക്കുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ഇന്നു മുതൽ. മെയ് 1 മുതൽ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ OPECൽ നിന്ന് പിന്മാറുമെന്ന് UAE. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.